മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള സൗഹൃദത്തെ വിമർശിച്ച് കാന്തപുരം വിഭാഗം സംസ്ഥാനത്ത് നടന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഇത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചുവെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനും SYS അധ്യക്ഷനുമായ അബ്ദുൽ ഹക്കീം അസരി റിപ്പോർട്ടിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എങ്കിലും സർക്കാരിന് തിരുത്താനുള്ള അവസരമുണ്ട് എന്നും അബ്ദുൽ ഹക്കീം അസരി ഓർമ്മിപ്പിച്ചു. വെള്ളാപ്പള്ളി, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം അദ്ദേഹത്തിൻ്റെ പല വാക്കുകളിലും പ്രസ്താവനകളിലും നിഴലിച്ചു വരാറുണ്ട്. ജാതീയമായ ധ്രുവീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള വെറുപ്പിൻ്റെ സന്ദേശങ്ങൾ മറുപടിയില്ലാതെ ആവർത്തിക്കപ്പെട്ടു എന്നത് സംസ്ഥാനത്ത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു ധ്രുവീകരണം ഈ നാട്ടിലില്ല, അല്ലെങ്കിൽ ഈ വിദ്വേഷത്തിൻ്റെ ഒരു അവസ്ഥ ഈ നാട്ടിലില്ല എന്ന് വരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെയാണ് ഉത്തരവാദിത്വം. ലോക്കൽ ബോഡി ഒരു സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു കണക്ക് കൂട്ടലല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിയമസഭയ്ക്ക് മറ്റൊരു രീതിയിലാണ്. അത് സംസ്ഥാന തലത്തിലുള്ള ഒരു പൊതുവായ തീരുമാനവും ആ നിലക്കുള്ള നിലപാടുമാണല്ലോ അതിലുണ്ടാകേണ്ടത്. തീർച്ചയായും തിരുത്തേണ്ട കാര്യങ്ങൾ എല്ലാവരും തിരുത്തേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യമുണ്ടാക്കുമെന്ന് കരുതുന്നില്ല എന്നും ഇക്കാര്യം UDF നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നും ഹക്കീം അസരി പറഞ്ഞു. മുസ്ലിം സംഘടനകളുടെ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി. VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. അധികരിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു ചർച്ചയല്ല, അതൊരു നിലപാടാണ്. അതിനെ മാത്രം നിലപാടെടുത്തുകൊണ്ടല്ലല്ലോ ഇലക്ഷനിൽ വോട്ട് വീഴുന്നത്. UDFന് അവരുമായി ഒരു സഖ്യം ഇല്ലെന്നും അങ്ങനെയുള്ള ഔദ്യോഗിക സഖ്യം ഉണ്ടാവുകയില്ല എന്നും UDFൻ്റെ മുതിർന്ന ആളുകൾ പലരും പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സഖ്യത്തിന് അവർ മുതിരുമെന്ന് തോന്നുന്നില്ല. അതവർക്ക് നഷ്ടം തന്നെ ഉണ്ടാക്കുകയുള്ളൂ. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ അസരിയുടെ പ്രതികരണത്തിൽ ചില സൂചനകൾ കാണാൻ സാധിക്കുന്നില്ലേ? ഇപ്പോൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം, വെള്ളാപ്പള്ളി നടേശനെ ഇന്നലെ പോലും ന്യായീകരിച്ച് നടത്തിയ പ്രതികരണം, അതിന്റെ കൂടി പ്രതിഫലമായി പ്രതികരണത്തെ കാണാമോ? അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സഖ്യം UDFുമായി ഇല്ല എന്നാണ് അവർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസം രേഖപ്പെടുത്തലല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനു ശേഷം കാന്തപുരം സമസ്തയുടെ ഭാഗത്തുനിന്നുള്ള വളരെ നിർണായകമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി CPMന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പോലും വോട്ടുകൾ UDFിലേക്ക് ഒഴുകി എന്ന് കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല LDFിന്റെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷിയായിട്ടുള്ള INL ഇക്കാര്യം പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു. പരമ്പരാഗതമായി CPMന് ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ UDFന് പോയി എന്ന് സമ്മതിക്കുന്നുണ്ട്. ആ വോട്ടുകൾ AP വിഭാഗത്തിന്റെ വോട്ടുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം പക്ഷേ അങ്ങനെ UDFന് വോട്ട് ചെയ്തു എന്ന് പരസ്യമായി സമ്മതിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിക്കാനും തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു, വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ സൗഹൃദം, അത് അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് കാറിൽ കയറ്റിയതുൾപ്പെടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ തടയാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു വർഗീയ ധ്രുവീകരണ സാഹചര്യം സംസ്ഥാനത്തില്ല എന്ന് തെളിയിക്കേണ്ടതും എന്ന് ഉറപ്പുവരുത്തേണ്ടതും സംസ്ഥാന സർക്കാരാണ്. അത് സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു. അത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലത്തെ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടാക്കിയ ബന്ധത്തെയും കാന്തപുരം വിഭാഗം നേരത്തെ വിമർശിച്ചിരുന്നു. പക്ഷേ അത് UDFന് വലിയ തോതിൽ ദോഷം ചെയ്തില്ലല്ലോ എന്ന ചോദ്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ദോഷം ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, അതൊരു നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടരുത് എന്നുള്ളതും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ സംഘടനയാണെന്നുള്ളതും ആ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് UDFന്റെ ആരെങ്കിലും പറയുകയാണെങ്കിൽ തെറ്റാണ്. അങ്ങനെ പറയേണ്ട കാര്യം UDFനില്ല. UDF നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമില്ല എന്നുള്ളതാണ്. ഇനി അഥവാ സഖ്യമുണ്ടാക്കിയാൽ അത് അവർക്ക് തിരിച്ചടിയായിരിക്കും എന്നും ഹക്കീം അസ്കരി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ പറയുകയാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.